എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് കേട്ടോ ഈ ബൺ മസ്ക എന്ന് പറയുന്നത്. ഇപ്പോൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും എല്ലാത്തിലും വൈറലായിക്കൊണ്ടിരിക്കുന്ന ബൺ മസ്ക വിത്ത് ഇറാനി ടീ. സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല കേട്ടോ, ബീച്ചിലും പാർക്കിലും റോഡ് വക്കത്തും എവിടെ നോക്കിയാലും നമ്മുടെ ബൺ മസ്കാണ് താരം. മിൽക്ക് മെയ്ഡും ബട്ടറും കൂടെ അങ്ങോട്ട് കൂട്ടിക്കുഴച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് അങ്ങോട്ട് അപ്ലൈ ചെയ്യുമ്പോഴുള്ള ആ ടേസ്റ്റാണ് കേട്ടോ ഇതിനെ ഇത്ര ഫേമസ് ആക്കിയത്. അപ്പോൾ എന്തായാലും ബൺ മസ്ക മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നമുക്ക് അൺസാൾട്ടഡ് ആയിട്ടുള്ള കുറച്ച് ബട്ടർ വേണം. അതൊന്ന് ഒരു പരന്ന പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതൊന്ന് മെൽറ്റാക്കി എടുക്കണേ. കുറച്ച് വനില എസൻസ് കൂടെ ചേർത്ത് കൊടുത്താൽ അതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടെ ഒന്ന് കൂടും. ഇതിലേക്ക് നമ്മുടെ ടേസ്റ്റിന് ആവശ്യത്തിനുള്ള മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡും ബട്ടറും കൂടെ നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഞാനിപ്പോൾ വനില എസൻസ് ചേർത്തിട്ടില്ല, പക്ഷേ അത് ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. അങ്ങനെ നമ്മുടെ മസ്ക ബണ്ണിനുള്ളിൽ വെക്കാനുള്ള ക്രീം ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ബൺ എടുത്തിട്ടുണ്ട്. സാധാ റെഡിമെയ്ഡ് ബണ്ണാണിത്. ഇത് നടുവിലൂടെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ ക്രീം തേച്ച് കൊടുക്കുക. ഇത്രയും പോരാ, കുറച്ചധികം തന്നെ ക്രീം നന്നായിട്ട് തേച്ച് കൊടുക്കണം. ഉള്ളിൽ നന്നായിട്ട് തേച്ചതിന് ശേഷം ബണ്ണ് മടക്കിയിട്ട് അതിൻ്റെ പുറം ഭാഗത്ത് ഇങ്ങനെ കൂടി ക്രീം തേച്ച് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബൺ മസ്ക ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇതിന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിക്കാനൊന്നും നിൽക്കരുത്, ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ്. ഇനി നമുക്ക് കോമ്പിനേഷൻ ടീ, ഇറാനി ടീയും കൂടെ ഉണ്ടാക്കിയാലോ. അതിനായിട്ട് കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഏലക്ക, കറുകപ്പട്ട, ഗ്രാമ്പൂ എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് തേയിലപ്പൊടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് തിളച്ച് കളർ ഇറങ്ങി വരട്ടെ. അതിലേക്ക് നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. പാലൊഴിച്ചിട്ടാണ് ഇനിയാണ് ടാസ്ക്. നന്നായിട്ട് ഈ ചായ തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് അരിച്ച് എടുക്കാം. ഇതാണ് നമ്മുടെ ഇറാനി ടീ. ഗൈസ്, അങ്ങനെ നമ്മുടെ ഇറാനി ചായയും ബൺ മസ്കായും ഇവിടെ തയ്യാറായിട്ടുണ്ട്. കഴിച്ചിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കഴിച്ച് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഈ ബൺ മസ്ക. അതിൻ്റെ കൂടെ ഇറാനി ചായയും. ബണ്ണിങ്ങനെ മുറിച്ചിട്ട് ഇറാനി ചായയിൽ മുക്കി കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടി കൂടുതലായിട്ട് അറിയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്